ഒരാള് സ്വാലിഹായ മനുഷ്യനാണ് എങ്കിൽ അയാൾ വിട്ടുപിരിയുന്ന നേരത്ത് അയാൾ 2 ചുമലിലുള്ള മലക്കുകൾ അയാളുടെ ഖബർ വരെ പിന്തുടരുകയും മരണം വരെ ഈ 2 മലക്കുകളും അവന്റെ ഖബറിന്റെ അടുത്ത് നിന്ന് റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെല്ലുകയും ചെയ്യുകയും വയുക്തബു ഇലാ ഹസനാതിഹി ഖാല റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത് ഒരായത്തെ വിശദീകരിച്ച് നബി പറഞ്ഞിട്ടുണ്ട്. ഏതായത്ത്? വത്തീനി വസ്സൈതൂൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാൻ. വീട്ടിലെ സിനിമ കാണുന്നവരെ, വീട്ടിലെ സിനിമ കൊട്ടാരുണ്ടാക്കുന്നവരെ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത സാധനം കൊണ്ട് വീട് നിറച്ചിട്ടുള്ള ആധുനിക മുസ്ലിമീങ്ങളായ മലബാറുകാരെ, പടച്ചോനെ പേടിക്കുന്നവരെ, ഇത് ഗൗരവത്തോടെ ചിന്തിച്ചു കൊള്ളുക. ഇത് ഗൗരവത്തിന്റെ വാക്ക് പറയുകയാണ്. ഈ 2 മലക്കുകൾ അവരോട് പറയുന്നതാണ്. അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ ഇവനോട് പറയും, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇത് ചിന്തിക്ക്. ലാ ജസാകല്ലാഹു അന്നാ ഖൈറാ. ഒരിക്കലും ഒരു ഖൈർ നിനക്ക് അല്ലാഹു തആല തരാതിരിക്കട്ടെ. ആര് ദ്വാർക്കും? മുഖറബായ മലക്ക് ദ്വാർക്കും. മലക്ക് ദ്വാ ചെയ്താൽ ആര് സ്വീകരിക്കും? ഇങ്ങോട്ട് പാറാ മനുഷ്യ, ആര് സ്വീകരിക്കും? അല്ലാഹു സ്വീകരിക്കും. ചിന്തിച്ചോ. ഈ തടി മോശപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ ചിന്തിക്കണം, ഇവിടെ നീ മാത്രല്ല, ഇവിടെ 2 ആളുണ്ട്. നേരെ മറിച്ച് നല്ലവനാണെങ്കിൽ വത്തീനി വസ്സൈതൂനി വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ثم رددناه أسفل سافلين إلا الذين آمنوا. ഉയർന്നുയർന്ന് പിന്നെ തകർന്നു പോകും. ആര് തകരുകയില്ല? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാതി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. അവർക്ക് മുറിയാത്ത കൂലിയുണ്ട്. മുറിയാത്ത കൂലി ഏത് കാലം വരെ മുറിയാത്ത? ഇലാ യൗമിൽ ഖിയാമ. മരണം വരെ മുറിയില്ല. ഇവർ മരിച്ചാൽ വരെ കൂലി മുറിയില്ല. എവിടുന്ന് കിട്ടും? ഇരിക്കുന്ന റഖീബ് അതീദ് ഇബാദത്ത് എടുക്കുകയും എന്നിട്ട് വയുക്തബു ഇലാ ഹസനാതിഹി ഖാല റസൂലുള്ളാഹി. ആ റിക്കാർഡ് അവന്റെ റിക്കാർഡിലേക്ക് ചേർക്കുകയും ചെയ്യുന്നതാണ്. ഇമാം ഖുർത്തുബി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു മാജയും റഹ്മത്തുള്ളാഹി വെറുതെ പറയല്ല, മുസ്തഫ നബി പറഞ്ഞതാണ്. നേരെ മറിച്ചോ തമ്മാടിയാണെങ്കിലോ? എന്താ തമ്മാടിയാണെങ്കിൽ തമ്മാടി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വേറെ ഏതോ നാട്ടുകാരാണ്. വീട്ടിൽ സിനിമ കാണുന്നവരെ പറ്റി തന്നെ വലിയ അമ്മാടി എന്ന് പറയുന്നത്. കാരണം തന്നെ വലിയ അമ്മാടി. കാരണം അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. ഞാൻ വിശദീകരിക്കുന്നില്ല, നല്ലോണം ചിന്തിച്ചോളി. വീട്ടിനെ സിനിമ കൊട്ടാരാക്കി നാശാക്കിയോരെ പാട്ടച്ചോനെ പേടിക്കണമെങ്കിൽ വയറിൽ കേട്ടിട്ട് മരിക്കണ വയറിൽ കേട്ട് എങ്ങനെ മുണങ്ങി നോക്കി ഇരുന്നാ പോരാ. ഇത് മനസ്സിലാക്കണം. വീട്ടിൽ ഈ സമ്മാടിത്തരം എന്നുണ്ടാവുന്നോ അന്ന് നമ്മൾ ഉണ്ടാവില്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ കൊണ്ടുവന്നതാണ് വാദ്യോപകരണങ്ങൾ. ഇന്നത് മുസൽമാന്റെ വീട്ടിലെ ഏറ്റവും വലിയ ഉപകരണമാണ്. ഹബീബായ നബിയെ തകർക്കാൻ വേണ്ടിയാണ് വാദ്യമേളങ്ങൾ കൊണ്ടുവന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ പറഞ്ഞു പോയതാ. ഹബീബായ നബിയെ തകർക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഈ വാദ്യമേളങ്ങൾ ഇന്ന് ആരുടെ കയ്യിലാ? മുസൽമാന്റെ കയ്യിലാ. ഈ വാദ്യമേളങ്ങളും ചെണ്ടവും മദ്ദളവും അവന്റെ വീട്ടിൽ രാവും പകലും അതിന്റെ പരിപാടി നടക്കുക. അവൻ തമ്മാടിയായ ആളാണെങ്കിൽ ഖാലാലഹു, ഈ 2 മലക്കുകൾ അവനോട് പറയും, ഒരിക്കലും ഇനി നിനക്കൊരു ഖൈറ് കിട്ടാതിരിക്കട്ടെ. ഖൈറ് നിനക്ക് ഉണ്ടാവാൻ പാടില്ല. നീ ഞങ്ങളെ കുടിക്കവനാണ്, നീ ഞങ്ങളെ വിഷമിപ്പിച്ചവനാണ്. എത്ര മലക്കുകൾ വിഷമുണ്ടാവും റസൂൽ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. ഹബീബായ നബി പറഞ്ഞു, ഇസ്തഹയോ മിനൽ കിറാമിൽ കാതിബീൻ. നിങ്ങൾ മുണ്ട് പൊക്കുമ്പോൾ വരെ ശ്രദ്ധിക്കണം. ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്, മുണ്ട് പൊക്കുമ്പോൾ ശ്രദ്ധിക്കണം. മുണ്ട് പൊക്കുമ്പോൾ മുണ്ട് ദിനക്കാൽ കയറ്റരുത്. കാരണം മലക്കൾക്ക് നിങ്ങളെ ഔറത്ത് കാണുന്നതാണ് മോശം. ഇസ്തഹയോ മിനൽ മലായിക. നിങ്ങൾ തുറന്ന സ്ഥലത്തെ മൂത്രിക്കരുത്, കാട്ടിക്കരുത്. മലക്കൾക്ക് ലജ്ജ ഉണ്ടാവും. ഔറത്ത് തുറന്നരുത്. അവർ വലിയ ലജ്ജ ഉള്ളവരാ.
നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ വരെ അവരെ കാണാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, നിനക്കൊരു മരുഭൂമിയിൽ മൂത്രിക്കേണ്ടി വന്നു, ഒരു മരമോ ഒരു മതിലോ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിന്റെ ഒട്ടകത്തെ നീ അവിടെ മറച്ചു വെക്കുകയും ആ ഒട്ടകത്തിനെ മറച്ചിട്ട് അവിടെ ഇരുന്ന് മൂത്രിക്കുകയും ചെയ്യണമെന്ന് പുണ്യനബി ചിന്തിക്ക്. ഒരു മൂത്രിക്കുന്നിടത്ത് മലക്കൾ എത്ര സൂക്ഷിക്കണം എന്നാ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കക്കൂസിൽ കയറിയാൽ പോലും വളരെ അത്യാവശ്യ ഭാഗമല്ലാതെ ഉയർത്തരുതെന്ന് പുണ്യനബി പറഞ്ഞു. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. ഇത്രയൊക്കെ ഇത്രയൊക്കെ മലക്കളെ കാര്യം ലജ്ജിച്ച് സൂക്ഷിക്കണം എന്ന് പറയാ. എന്നിട്ട് ഈ മലക്കളെയും കൊണ്ട് ഈ തമ്മാടിത്തരൊക്കെ കാണാം. ഈ മലക്കുകൾ അവരോട് പറയും, തമ്മാടിയെ നിന്നെ ഞങ്ങൾ പിരിയാൻ വേണ്ടി കൊതിക്കുകയായിരുന്നു. എത്ര വൃത്തികെട്ട സദസ്സിൽ നീ ഞങ്ങളെ ഇരുത്തി തമ്മാടി. എത്ര എത്ര മോശപ്പെട്ട വേദികളിൽ നീ ഞങ്ങളെ പങ്കെടുപ്പിച്ചു എട തമ്മാടി. എത്ര എത്ര ചീത്ത വാക്കുകൾ നീ ഞങ്ങളെ കൊണ്ട് കേൾപ്പിച്ചു. ഒക്കെ ഞങ്ങൾ കേൾക്കേണ്ടി വന്നില്ല നിന്റെ പുറത്തിരുന്നിട്ട്. അതുകൊണ്ടില്ല ഇത് മലക്കുകൾ പറയുമെന്ന് ഹബീബായ നബി. ഇതൊന്ന് റഹ്മത്തുള്ള എവിടുന്നെങ്കിലും ഏതോ ഈച്ച കിതാബെന്ന് കൊണ്ടുവന്നല്ല ഈ സംഭവം. ലോകപ്രശസ്ത മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ ഹുജ്ജത്തുൽ ഇസ്ലാം തന്റെ ഇഹ്യയിൽ വളരെ വ്യക്തമായി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെറുതെ പറയാൻ. അതുകൊണ്ടാണ് എപ്പോഴും സാലിഹ്യങ്ങളെ കൂടെ നടക്കാൻ നീ നോക്കണം. കാരണം അവരെ കൂടെ പോയാൽ അവർ പങ്കെടുക്കുന്ന സദസ്സിൽ പങ്കെടുക്കാം. ആലിമീങ്ങൾ സയ്യിദന്മാർ നമ്മളെ ചങ്ങാടിമാരാവുക. അങ്ങനെ കുറെ ആളുകളെ എനിക്കറിയുന്ന ആളുകൾ തന്നെ ഇവിടെ ഉണ്ട്, ജയിച്ചവരാണ്. അള്ളാഹു നമ്മളെയൊക്കെ ജയിച്ചവരിൽ പെടുത്തട്ടെ. എപ്പോഴും സാലിഹ്യങ്ങൾ നിങ്ങൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉമറാക്കളെ ചില ആളുകളെ ഞാൻ അറിയുന്ന ആളുകളുണ്ട്. ആലിമീങ്ങളോട് അഹ്ലുൽ ബൈത്തിനോട് കൂടുതലും എന്നല്ല, അവർ ബന്ധാണ്. അവർക്കും എന്തെങ്കിലും സൺഡേ ക്ലബ്ബുകളിലൊക്കെ പോകാം, അല്ലെങ്കിൽ നൈറ്റ് ക്ലബ്ബുകളിലൊക്കെ പോകാം. അവരെ സ്ഥാനത്തുള്ള പണക്കാരും ഉമറാക്കളും അവരെ സ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥരൊക്കെ സ്ഥിരമായി അവിടെ പോകുന്നവരാണ്. പക്ഷെ അവരവിടെയല്ല പോവുക. അവരെ ജോലി കഴിഞ്ഞാൽ വല്ല പള്ളിയുടെ കാര്യം, മദ്രസന്റെ കാര്യം, ദീനിയായ കാര്യം, ആലിമീങ്ങളെ കാര്യം, ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ ഇതൊക്കെ നോക്കി നടക്കണം. ഇഷ്ടം പോലെ ആളുകൾ ഈ ഇരിക്കുന്ന സദസ്സിൽ ഞാൻ കാണുന്നുണ്ട്. അത് നമ്മുടെ സദസ്സിന്റെ ഏറ്റവും വലിയ അലങ്കാരവുമാണ്. അള്ളാഹു അവർക്കും നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഏറ്റവും അവർക്ക് സന്തോഷിക്കാവുന്ന ഒരു ഹദീസാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇതെന്തിനാ ഞാൻ പറഞ്ഞെന്നറിയോ? ഈ ഉമറാക്കളിനെ നമ്മൾ പാഠം ഉൾക്കൊള്ളണം. പുതിയ ചെറുപ്പക്കാർ, കുട്ടികൾ ഇത് ചിന്തിക്കണം. അതാണ് എപ്പോഴും സ്വാലിഹീങ്ങളുടെ കൂടെ ഇരിക്കണം. അവര് നമ്മളെ ചങ്ങാതിയാവണം. കാരണം അവര് പോകുന്നിടത്ത് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ വിട്ടുപിരിയുന്ന നമ്മുടെ മലക്ക് നമ്മളോട് പറയും, ജസാക്കല്ലാഹു അന്നാ ഖൈറാ, അല്ലാഹു തആല നിനക്ക് ഖൈർ തരട്ടെ എന്ന് നമ്മളെ മലക്ക് പ്രാർത്ഥിക്കും. മലക്ക് പ്രാർത്ഥിച്ചാൽ അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. ഉറക്കെ പറയും, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. മരണത്തിന്റെ ഭയാനകര പറഞ്ഞിട്ട് പറയാണ് ഇമാം ഗസ്സാലി തങ്ങൾ പറയാണ്, ഇദാ ഖുബില റൂഹു, റൂഹിനെ പിടിച്ചു കഴിഞ്ഞാൽ അഖ്ബല അഹ്ലുഹു ബിറന്നത്തിൻ വബുകാ, എല്ലാരും വീട്ടുകാർ മുഴുവനും ഇസ്രായേൽ സ്ഥലത്തുണ്ട് പിടിക്കുകയാണ്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഖൗം വഅൻതും ഹീനഇദിൻ തൻളുറൂൻ. ഏതാ സൂറത്ത്? ഇന്നലെ രാത്രി അൽവാക്യ ഓടിയോടുന്ന കൈപൊക്കി. നാളെ ഞാൻ ചോദിക്കുമ്പോ എല്ലാരും കൈപൊക്ക. എന്താ അൽവാക്യന്റെ പ്രത്യേകത? അൽവാക്യ ഓടിയവർക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. എല്ലാ രാത്രി അൽവാക്യ ഓടിയ ദാരിദ്ര്യം ഉണ്ടാവില്ല. ദാരിദ്ര്യം ഒഴിവാകുക ഏറ്റവും വലിയ മാർഗം. എല്ലാ രാത്രിയും അൽവാക്യ ഓടുക. 3 മിനിറ്റ് കൊണ്ട് തീരും, അല്ലെങ്കിൽ 5 മിനിറ്റ് അല്ലേ? 5 മിനിറ്റ് കൊണ്ട് തീരൂല്ലേ? 5 മിനിറ്റ്, ഏറി വന്ന 5 മിനിറ്റ്.